കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കച്ചേരിത്തടത്തെ നടപ്പാതയിൽ നിന്ന് വീണ അഭിഭാഷകയ്ക്ക് പരിക്ക്. മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമായതെന്ന് അഭിഭാഷക പറഞ്ഞു. കച്ചേരിത്താടത്ത് നടപ്പാതയിൽ നിന്നും വീണ അഭിഭാഷകയ്ക്ക് പരിക്ക്. മൂവാറ്റുപുഴ കോടതിയിലെ അഭിഭാഷകയായ മോഡൽ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന ഐക്കരക്കുടിയിൽ അഡ്വക്കേറ്റ് ഡൈന വർഗീസിനാണ് പരിക്കേറ്റത്. കച്ചേരിത്താടത്ത് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന അഭിഭാഷക നടപ്പാതയിലെ സ്ലാബിൽ കാൽ തട്ടിയതിനെ തുടർന്ന് റോഡിൽ കിടന്ന വലിയ കല്ലിൽ ചവിട്ടുകയും കാൽവഴുതി വീഴുകയുമായിരുന്നു. മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനത്തിലെ അശാസ്ത്രീയതയും റോഡരികിലെ ഓടയുടെ മുകളിലൂടെ ടാറിങ്ങോ കോൺക്രീറ്റോ നടത്താത്തതുമാണ് അപകടത്തിനിടയാക്കിയതെന്ന് അഡ്വക്കേറ്റ് ഡയന പറഞ്ഞു. ഇത് കുറെ നാളുകളായിട്ട് ആ ഏരിയയിൽ നേരായ രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതിൻ്റെയാണ് ഒരുപാട് ഇൻസിഡൻസ് അവിടെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അതാരും കെയർ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ എനിക്കത് അഫക്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഇനിയെങ്കിലും ഒരാൾക്ക് അങ്ങനെ വരരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക, ഒരു 10 എല്ലാവരും ഒന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തയ്യാറായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവരുത്. എനിക്ക് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ തലയാഴം അടിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ പോലും ഉണ്ടാവത്തില്ലായിരുന്നു. റോഡരികിൽ കിടക്കുന്ന മെറ്റൽ കഷ്ണങ്ങളും റോഡിലെ ഓട്ടോറിക്ഷകളുടെ പാർക്കിങ്ങും കാൽനട യാത്രക്കാരെ അപകടത്തിലാക്കുകയാണെന്നും അഭിഭാഷക കൂട്ടിച്ചേർത്തു. നടന്നു പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് സ്ലോപ്പായൊരു സ്ഥലമല്ല അവിടെ. കുണ്ടും കുഴിയും, അത് 1-1.5 അടി താഴ്ചയിലുള്ള കുണ്ടും കുഴികളും അതുപോലെ തന്നെ കല്ലുകളും, അതായത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളല്ല, കല്ല് കഷ്ണങ്ങളല്ല, കുറച്ച് അത്യാവശ്യം വലിയ കഷ്ണങ്ങൾ. അപ്പം നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ സ്ലിപ്പായി പോകും. ഓട്ടോറിക്ഷ അത്രയും കൺജസ്റ്റഡ് ആയിട്ട് കൂടി കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ അവിടെ നമുക്ക് സമാധാനപരമായിട്ട് നടന്നു പോകാൻ പറ്റുന്നില്ല. കാരണം കുണ്ടും കുഴിയും അങ്ങനെയായിട്ടാണ് കിടക്കുന്നത്. വീഴ്ചയിൽ കൈക്കും കാലിനും പരിക്കേറ്റ അഭിഭാഷക മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈക്ക് ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. 1000 ഡിസൈനുകൾ, ചെറുതും വലുതുമായ 1000 ഡയമണ്ട് ആഭരണങ്ങൾ, വലിയ സെലക്ഷൻ, ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം. ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ.